ഹലോ, കർക്കിടപ്പത്തിലെ പത്തിലത്തോരൻ. ഒന്നാമനായ താളിനെ ആദ്യം തന്നെ നുള്ളിയെടുക്കാം. രണ്ടാമനായ തവരയെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒട്ടും ശരിയല്ല. പിന്നീടുള്ളത് തഴുതാമയാണ്. നീർക്കെട്ടിന് അത്യുത്തമനായ ഇവനെ ഒഴിവാക്കാനേ പാടില്ല. നമ്മുടെ സന്തത സഹചാരിയായ ചീരയാണ്. ഇവനെ എന്നും നമുക്കുണ്ടാവുകയുള്ളൂ. പൊതുവെ നാണം കുണുങ്ങിയായ കുമ്പളയില ഒളിക്കണ്ണാൽ നോക്കുന്നത് കണ്ടില്ലേ? മത്തനില സാധാരണ താളിപ്പിനായി ഉപയോഗിക്കുന്നതിനാൽ ഒട്ടും ഉപേക്ഷിക്കാൻ കഴിയില്ല. ഉപ്പേരിയിൽ കേമനായ കോവക്കയിലയെയും നമുക്ക് കൂട്ടുപിടിക്കാം. പരിപ്പിൻ്റെ കൂട്ടുകാരനായ ഈ ചീരയെ പൊട്ടിച്ചെടുക്കാം. മറുതണ്ടിലെ അല്പം ചേനയിലയായാലോ? അവസാനമായി പയറിലയെയും നുള്ളിയെടുക്കാം. അരമണിക്കൂറോളം ഉപ്പുവെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത ഇലകളെ ഓരോന്നായി അരിഞ്ഞെടുക്കാം. അല്പം വാശിക്കാരായ മത്തനിലയെയും കുമ്പളയിലയെയും പിച്ചിയിടുന്നതാണ് ഉത്തമം. നമ്മുടെ ഇലകളെല്ലാം ഒത്തുകൂടി നല്ല കൂട്ടുകാരായിട്ടുണ്ട്. ഇനി അരങ്ങിൽ നിന്ന് അടുക്കളയിലേക്ക്. ഇവരെയും കാത്തുനിന്ന മൺചട്ടിയിലേക്ക് നിറച്ച് അല്പം ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഇവർ കൂട്ടുചേരുന്നത് വരെ തീ കൂട്ടിയും കുറച്ചും ആവിയിൽ വേവിച്ചെടുക്കാം. അരമുറി നാളികേരം ചിരവിയതും അല്പം കാന്താരിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്ത് അമ്മിക്കല്ലിലേക്ക്. ഈ കർക്കിടകത്തിലെങ്കിലും നമ്മുടെ പഴമയെ മറക്കാതിരിക്കാം. അമ്മിക്കല്ലിൽ ഇതുപോലെ ചതച്ചെടുക്കുക. ഇതുപോലെ അമ്മിക്കല്ലിൽ ചതച്ചെടുത്താൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രുചി വേറെ തന്നെയാ. ഈ ഒരു തലമുറ കഴിഞ്ഞാൽ അമ്മിയും അമ്മിക്കല്ലും ഒരു ചോദ്യചിഹ്നമോ അതോ നോക്കുകുത്തിയോ? വെന്തു പരുവമായ ഇലകളിലേക്ക് അരച്ചത് ചേർത്ത് ഇളക്കി വേവിക്കാം. വെന്ത തോരനിലേക്ക് അല്പം ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കർക്കിടകത്തിലെ പത്തിലത്തോരനായി. പാലക്കാടൻ മട്ട അരിയുടെ ചോറും മോരുകറിയും അല്പം അച്ചാറും പപ്പടവും മറ്റു കൂട്ടുകറിയും കൂട്ടി വിഭവസമൃദ്ധമായ ഒരു ഊണാവാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.